ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവ് അപ്ഡേഷനിലേക്ക് നമുക്ക് പോകാം. അതിന് മുന്നേ എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ബെൽ ബട്ടൺ കൂടി അമർത്തിക്കോളൂ കേട്ടോ. എന്താണ് പറയുന്നത്, ഇന്ന് രാത്രി പൊരിഞ്ഞ അടിയാണ് കേട്ടോ. പ്രൊമോ വന്നിട്ടുണ്ട്. ബിൻസി, അനുമോള് കുരുട്ടാണ് അടി. നീ ഇപ്പോൾ അപ്പാനി ശരത്തിൻ്റെ കൈ പിടിച്ചല്ലോ, അപ്പോൾ നീ അങ്ങനെ വൃത്തികേടല്ലേ നീയും കാണിക്കുന്നത്, നീ അതിന് വേണ്ടിയിട്ട് തന്നെയല്ലേ പിടിച്ചിരിക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അക്ബർ പറയുന്നുണ്ട്, ഒരാളെ കൈ പിടിച്ചുകൊണ്ട് ഒരാളെ കുറിച്ച് വൃത്തികേട് പറയാൻ നിൽക്കരുത്. ജപ്പാനിയും അതുപോലെ തന്നെ ബിൻസിയും കൂടി ഒരു വേറെ റിലേഷനാണ് എന്നുള്ള ലെവലിൽ അനുമോൾ സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ അത് അനുമോൾ സോറി പറഞ്ഞ കാലമൊക്കെ പിടിച്ചതാണ്. പക്ഷെ അവർക്കുണ്ടായ മാനക്കേട് പോവില്ലല്ലോ. അപ്പോൾ അതിനെതിരെ ബിൻസി പൊട്ടിത്തെറിക്കുന്നുണ്ട്. അനുമോൾ ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ട്. അപ്പോൾ നിനക്ക് പിടിക്കാം അല്ലേ, നീ എന്നിട്ട് മറ്റുള്ളവരുടെ പേരിൽ കുറ്റം പറയുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് പ്രൊമോ കിടക്കുന്നത്. ആ പ്രൊമോയിൽ ഇവർ പൊരിഞ്ഞ അടിയാണ്. നമുക്ക് കുറേ കഴിഞ്ഞിട്ട് രാത്രിയാകുമ്പോഴാണ് ആ അടി നടക്കുന്നത്. അപ്പോൾ നമുക്ക് പറയാം. അതുപോലെ തന്നെ ശൈത്യയുടെ ഷാനവാസിനെ ആദിലൊക്കെ നൂറൊക്കെ അങ്ങനെ പിരി കയറ്റി അനുമോളെ പിരി കയറ്റി കൊടുക്കുകയാണ്. ഷാനവാസ് പറയണ്ട, ആണോ അങ്ങനെയാണോ? അപ്പോൾ ശൈത്യ പറയണ്ട, അതെ അവളിവിടെ കോമ്പ് കളിക്കാൻ വേണ്ടി വന്നതാണ്, അവൾക്ക് ഇവിടെ പ്രണയം തോന്നി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ പ്രവീണിനെ കുടുക്കിയിരുന്നു എന്ന് പറയുന്നത്. അപ്പോൾ സത്യമാണോ അങ്ങനെയൊക്കെ ഉണ്ടായോ എന്ന് ചോദിക്കുന്നുണ്ട്. അതെ, പ്രവീണിനോട് ചോദിച്ചാൽ അറിയാം. പ്രവീൺ പറഞ്ഞ സംഭവമാണ്. പ്രവീണിൻ്റെ അടുത്ത് നമുക്കിവിടെ കോമ്പോ കളിക്കാം എന്ന് പറഞ്ഞ് അവൾ ചെന്നു. ലവ് ട്രാക്ക് പിടിക്കാം എന്ന് പറഞ്ഞു. ഒരു ലവ് ട്രാക്കാണോ ഷാനവാസ്? അവളെല്ലാം അങ്ങനെ തന്നെ ഡ്രാമ കളിക്കുകയാണ് അവളിവിടെ. ഞാൻ അവൾക്ക് എന്തോരം സപ്പോർട്ട് ചെയ്തതാണെന്നറിയോ. എന്നിട്ടും അവൾ എന്നെ ചതിക്കുക. ബിഗ് ബോസിൻ്റെ വാണിംഗ് പോലെ എനിക്ക് കിട്ടിയിട്ടുണ്ട് അവളെ സപ്പോർട്ട് ചെയ്തിട്ട്. പക്ഷെ അവളെ ഒരു നന്ദി എന്ന് പറഞ്ഞാൽ അവളെ നിഘണ്ടൂരില്ല എന്നൊക്കെ പറഞ്ഞ് ഷാനവാസും കത്തിക്കയറുന്നുണ്ട്. നൂറ പറയട്ടെ, ഞാനൊരു കയ്യകലത്തിലാണ് നിൽക്കുന്നത് ഇപ്പോൾ. നൂറ പറയട്ടെ, അതിലേക്ക് നൂറയ്ക്കും ഒക്കെ കയറിയിട്ട് നിൽക്കുന്നത്. എന്താണ് സംഭവിക്കാമെന്നറിയില്ല. പൊരിഞ്ഞടി നടന്ന് കൈ വെക്കുമെന്നും കൂടി അറിയില്ല. ബിൻസി പറയുന്നുണ്ട്, ഞാനിവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ നിന്നെ ഞാൻ കൈ വെച്ചേനെ എന്നൊക്കെ പറയുന്നുണ്ട് പ്രൊമോല്. ശൈത്യാണെങ്കിൽ ഇവരെ പിരി കയറ്റിയിട്ട് ഇവർ കോമ്പോ കളിക്കാൻ വന്നതാണ്. പക്ഷെ അതെനിക്കും തോന്നിയിട്ടുണ്ട്, അനുമോള് പ്രവീണിൻ്റെ അടുത്ത് കോമ്പോ കളിക്കാൻ റൗണ്ട് ട്രാക്ക് പിടിക്കാൻ നോക്കിയിരുന്നു. ആ സമയത്താണ് പ്രവീൺ ഔട്ടായി പോകുന്നത്. പ്രവീണിനെ കിട്ടിയിട്ടില്ല അതിന്. പ്രവീൺ അനുമോളുടെ സമയത്ത് ചെറിയ വഴക്കൊക്കെ ഉണ്ടായിരുന്നു. അതുപോലെ ആര്യൻ്റെ അടുത്തും കോമ്പോ കളിക്കാൻ അനുമോൾ നോക്കിയിരുന്നു ഫസ്റ്റ് വന്ന സമയത്ത്. പക്ഷേ ആര്യൻ അപ്പിക്കും ജിസയിലായിട്ട് അഡിക്റ്റ് ആയതുകൊണ്ട് ആ കോമ്പോ നടന്നില്ല. കോമ്പോ കളിച്ച് മുന്നേറാൻ 100 ദിവസം നിൽക്കാം എന്ന ലെവലിലാണ് അനുമോൾ വന്നത്. ശരിക്കും പ്രേമല്ല, പ്രണയമല്ല, ലവ് ട്രാക്ക് പിടിക്കാം അങ്ങനെയാണ്. ഇപ്പോൾ പണ്ട് ഒരു തങ്കച്ചനായിട്ട് ലവ് ട്രാക്ക് പിടിച്ച് ആ ഷോയിൽ നിന്ന പോലെ ഈ ഷോയിൽ അതേപോലെ തന്നെ അനീഷായിട്ട് ലവ് ട്രാക്ക് അവസാനമാണ്. അനീഷായിട്ട് ലവ് ട്രാക്ക് അതൊക്കെ അനുമോളുടെ ഒരു തന്ത്ര ടെക്നിക്കലാണ്. ശരിക്കും ലവ് ഉണ്ടായിട്ടൊന്നുമില്ല. ഇതൊക്കെ സംഭവം ശരികൾ തന്നെയാണ്.